أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال يا ابن أم لا تأخذ بلحيتي ولا برأسي إني خشيت أن تقول فرقت بين بني إسرائيل ولم ترقب قولي. قال فما خطبك يا سامري؟ قال بصرت بما لم يبصروا به فقبضت قبضة من أثر الرسول فنبذتها وكذلك سولت لي نفسي. قال فاذهب فإن لك في الحياة أن تقول لا مساس وإن لك موعدا لن تخلفه فانظر إلى إلهك الذي ظلت عليه عاكفا لنحرقنه ثم لننسفنه في اليم نسفا إنما إلهكم الله الذي لا إله إلا هو وسع كل شيء علما. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു ത്വാഹയിലെ 94 മുതൽ 98 കൂടിയ ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال يا ابن أم لا تأخذ بلحيتي ولا برأسي إني خشيت أن تقول فرقت بين بني إسرائيل ولم ترقب قولي. قال അദ്ദേഹം പറഞ്ഞു, അഥവാ ഹാറൂൻ അലൈഹിസ്സലാം പറഞ്ഞു, യബ്ന ഉമ്മ, എൻ്റെ ഉമ്മയുടെ മകനെ, ലാ തഖുദ്, നീ പിടിക്കല്ല, ബില്ലിഹയത്തി, എൻ്റെ താടി രോമങ്ങൾ, വലാ ബിറസി, എൻ്റെ തലയിലെ രോമങ്ങളും, എൻ്റെ താടിയും തലയും നീ പിടിച്ച് വലിക്കരുത്. ഇന്നി ഖശീതു, തീർച്ചയായും ഞാൻ ഭയപ്പെട്ടു പോയി, അൻ തഖൂല, നീ പറയുന്നത്, ഫറഖത ബൈന ബനി ഇസ്രായീല, നീ ബനു ഇസ്രായേലിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയെന്ന്, വലം തർഖുബ് ഖൗലി, എന്നെ കാത്തു നിൽക്കാതെ, എൻ്റെ വാക്ക് എന്താണ് എന്ന് വ്യക്തമാവാതെ, എൻ്റെ വാക്ക് വരുന്നത് വരെ നീ കാത്തു നിൽക്കാതെ ബനു ഇസ്രായേലിൻ്റെ ഇടയിൽ നീ ഭിന്നിപ്പുണ്ടാക്കി എന്ന് പറയാതിരിക്കാനാണ് ഞാനിങ്ങനെ ചെയ്തത് എന്ന് ഹാറൂൻ അലൈഹിസ്സലാം പറഞ്ഞു. ഖാല, മൂസ അലൈഹിസ്സലാം ചോദിച്ചു, ഫമാ ഖത്ബുക യാ സാമിരി? സാമിരി, നിന്റെ വാക്ക് എന്താണ്? നിന്റെ ന്യായം എന്താണ്? നിനക്കെന്താണ് പറയാനുള്ളത്? ഖാല, അപ്പോൾ സാമിരി പറഞ്ഞു, ബസുർത്തു ബിമാലം യബ്സുറു ബിഹി, ഇവരാരും കാണാത്ത ചില കാര്യങ്ങളാണ് ഞാൻ കണ്ടത്. ജനങ്ങൾ കണ്ട് മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ് ഞാൻ കണ്ടത്. ഫഖബൽതു, ഞാൻ പിടിച്ചു, അല്ലെങ്കിൽ എടുത്തു, ഖബലത്തൻ, ഒരു പിടി, മിൻ അസരി റസൂലി, ദൈവദൂതൻ്റെ കാൽപ്പാടിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ദൂതൻ്റെ കാൽപ്പാടിൽ നിന്ന് ഒരു പിടി മണ്ണ് ഞാൻ വാരിയെടുത്തു. ഫനബൽതുഹ, എന്നിട്ട് ഞാനത് ഉപേക്ഷിക്കുകയും ചെയ്തു, ഞാനത് കളയുകയും ചെയ്തു. വകദാലിക, അപ്രകാരമാണ് സവ്വലത്ത് ലി നഫ്സി, എൻ്റെ മനസ്സ് എന്നെ തോന്നിപ്പിച്ചത് അതാണ്. ഖാല, മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഫദ്ഹബ്, എന്നാൽ നീ ഇവിടുന്ന് പുറത്തു പോ. വൈനലക ഫിൽ ഹയാത്തി, നിനക്ക് ഇഹലോകത്ത് കിട്ടാൻ പോകുന്നത്, അൻ തഖൂല ലാ മിസാസ്, എന്നെ തൊടരുത്, എന്നെ തൊട്ടുകൂടാ എന്ന് പറയൽ മാത്രമാണ്. ലാമിസാസ് എന്ന് പറയൽ മാത്രമാണ് നിനക്കുള്ള ശിക്ഷ. വൈനലക മൗഇദൻ, തീർച്ചയായും നിനക്കൊരവധിയുണ്ട്.
ലൻ തുഖ്ലഫഹു, നിനക്കതിനെ ലംഘിക്കാൻ സാധ്യമല്ല. നിനക്ക് ലംഘിക്കാനാവാത്ത ഒരു അവധി ഇവിടെ ഉണ്ട്. വൻദുർ ഇലാ ഇലാഹിക, നീ നിൻ്റെ ഇലാഹിലേക്ക് നോക്കൂ. നീ ആരാധനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഈ പശുക്കുട്ടിയിലേക്ക് നീ നോക്ക്. അല്ലദീ ളൽത അലൈഹി ആക്കിഫ, നീ എന്നും ഭജനമിരിക്കാം അതിനു മുമ്പിൽ എന്ന് കരുതിയുണ്ടാക്കിയ, നീ ഭജനമിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാലത്തേക്കും വേണ്ടി ഉണ്ടാക്കിയ നിൻ്റെ ഈ പശുക്കുട്ടിയെ നോക്ക്. ലനുഹര്യഖന്നഹു, നാം അതിനെ കരിച്ചു കളയും, നാം അതിനെ കത്തിച്ചു കളയും. സുമ്മല നൻസിഫന്നഹു ഫിൽ യമ്മി നസ്ഫ, പിന്നീട് നാം വെള്ളത്തിൽ, സമുദ്രത്തിൽ അതിനെ നാം വിതറുകയും ചെയ്യും, വിതറിക്കളയുകയും ചെയ്യും. ഇന്നമാ ഇലാഹുക്കുമുല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, തീർച്ചയായും നിങ്ങളുടെ ഇലാഹ് അള്ളാഹു മാത്രമാണ്, അവനല്ലാതെ യാതൊരു ഇലാഹുമില്ല, യാതൊരു ആരാധ്യനുമില്ല. വസിയ കുല്ല ശൈഇൻ ഇൽമ, അവൻ്റെ അറിവ് എല്ലാറ്റിലും വ്യാപിച്ച് കിടക്കുന്നു, അവൻ്റെ അറിവ് എല്ലാറ്റിലും വ്യാപിച്ച് കിടക്കുന്നുണ്ട്. മൂസ അലൈഹിസ്സലാം വല്ലാതെ ക്ഷുഭിതനായിട്ട് ഹാറൂൻ അലൈഹിസ്സലാമിൻ്റെ താടിയും മുടിയും പിടിച്ച് വലിക്കുകയായിരുന്നു. എന്നെ കാത്തു നിൽക്കാതെ നീ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് വല്ലാതെ അദ്ദേഹം ദേഷ്യത്തോടെ അദ്ദേഹത്തിൻ്റെ ഹാറൂൻ അലൈഹിസ്സലാമിൻ്റെ നീണ്ട താടിയും തലമുടിയും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയായിരുന്നു. ആ സമയത്ത് എന്താണ് നിനക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാല യബുന ഉമ്മ, എൻ്റെ ഉമ്മ പെറ്റ മകനെ, എൻ്റെ സഹോദര, ലാ തൗഖുദ് ബിലിഹ്യതി വലാ ബിറസി, എൻ്റെ താടിയും മുടിയും പിടിച്ച് നീ വലിക്കല്ല, താടിയും പിടിച്ച് വലിക്കല്ല. ഇന്നി ഖശീതു അൻ തഖൂല ഫറഖത ബൈന ബനി ഇസ്രായീല വലം തർഖുബ് ഖൗലി, എൻ്റെ വാക്കിന് കാത്തു നിൽക്കാതെ നീ എന്തിനാണ് ബനു ഇസ്രായേലിനെതിരിൽ ഇസ്രായേൽ സന്തതികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയത് എന്ന് നീ പറയാതിരിക്കാൻ, അത് പറയുമെന്ന് പേടിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ചെയ്തത്. നീ എന്തുകൊണ്ട് എൻ്റെ വാക്കിന് കാത്തു നിന്നില്ല എന്ന് നീ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതായത് ഹാറൂൻ അലൈഹിസ്സലാം വല്ലാതെ ശക്തമായി ഇവരോട് പറയുകയായിരുന്നുവെങ്കിൽ ഒരു വിഭാഗം ഹാറൂൻ അലൈഹിസ്സലാം പറയുന്നത് കേൾക്കുമായിരുന്നു, ഒരു വിഭാഗം എന്തായാലും പച്ചക്കുടിയെ പിന്നാലെ പോവുകയും ചെയ്യും. മൂസ അലൈഹിസ്സലാം വരുന്നത് വരെ ഈ രണ്ട് വിഭാഗം ഇവിടെ ഉണ്ടാവരുത്, ബനു ഇസ്രായേൽ ഒരു വിഭാഗമായിട്ട് മാത്രമാണ്, ഒരു ടീമായിട്ടാണ് മൂസ അലൈഹിസ്സലാം എന്നെ ഏൽപ്പിച്ചത്, അതുകൊണ്ട് അതിനെ രണ്ടാക്കരുത്, ഭിന്നിപ്പിക്കരുത് എന്ന ഒരൊറ്റ തീരുമാനത്തിൻ്റെ പേരിലാണ് ഞാനിത് ചെയ്തത് എന്ന് ഹാറൂൻ അലൈഹിസ്സലാം മൂസ അലൈഹിസ്സലാമിനോട് പറയുകയുണ്ടായി. മൂസ അലൈഹിസ്സലാമിന് അത് ബോധ്യപ്പെട്ടു. പിന്നീട് സാമിരിയിലേക്ക് തിരിയാണ്. എന്താണ് സാമിരി നിനക്ക് പറയാനുള്ളത്? കാലഫമാ ഖത്ബുക യാ സാമിരി, സാമിരി നിൻ്റെ ന്യായം എന്താണ് നിനക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞത്, ഞാൻ മറ്റാരും കാണാത്തതാണ് ഞാൻ കണ്ടത്. ബസുർത്തു ബിമാലം യബ്സുറു ബിഹി, മറ്റാരും കാണാത്ത, മറ്റാരും മനസ്സിലാക്കാത്ത ചില കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയത്. ഫഖബൽതു ഖബ്ലതം മിൻ അസരി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപ്പാടിൽ നിന്ന് ഒരു പിടി മണ്ണ് ഞാൻ വാരി. ഫനബത്തുഹ, എന്നിട്ട് ഞാനത് ഉപേക്ഷിക്കുകയും ചെയ്തു. അഥവാ എനിക്ക് റസൂലിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാനൊരു പിടി മണ്ണ് വാരി എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ചെയ്തികളിൽ ചിലതിനെ പിന്തുടർന്നു, അദ്ദേഹം പോകുന്നത് വരെ അവിടെ നിന്നു. ഫനബത്തുഹ, ഞാനത് ഉപേക്ഷിക്കുകയും ചെയ്തു. ഞാൻ സത്യദീനിലേക്ക് സ്വമേധയാ വന്നയാളല്ല, നിർബന്ധമായി വരേണ്ടി വന്നതാണ്, അത്രേ എനിക്കുള്ളൂ. അദ്ദേഹം കിബിത്തിയായിരുന്നു എന്ന് ആളുകൾ പറയുന്നുണ്ട്, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. അദ്ദേഹം ശരിക്കും ബനു ഇസ്രായേലിൽപ്പെട്ട ആളല്ല. വിശ്വാസം ബനു ഇസ്രായേലിൽ തന്നെ പെട്ട ആളുകളും കൂടുതൽ ആളുകളും വിശ്വസിച്ച് വന്നതൊന്നുമല്ല. റസൂലിനെ പിന്തുടർന്നു, അദ്ദേഹത്തിന് കൂടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് സാമിരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ റസൂലിൻ്റെ പിന്നാലെ കൂടി എന്ന് മാത്രമേ ഉള്ളൂ. ഞാനത് ഉപേക്ഷിക്കുകയും ചെയ്തു. കാരണം അത്രമാത്രമേ ഞാനുമായിട്ട് ഇതിന് ബന്ധമുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. ഫനബത്തുഹ, ഞാനങ്ങനെ അതിനെ ഉപേക്ഷിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്ക് അതായിരിക്കും സഫലത്തിൽ നഫ്സി, അങ്ങനെയാണ് എൻ്റെ മനസ്സെന്നോട് പറഞ്ഞത്. എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ ചെയ്തു എന്നല്ലാതെ എനിക്ക് വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു.
മൂസ അലൈഹി ഇസ്ലാം അദ്ദേഹത്തോട് പറഞ്ഞു, ഫദ്ഹബ്, നീ പോയിക്കോ, നീ ഇവിടുന്ന് പോയിക്കോ. ഫൈനലൊക്കെ ഫിൽ ഹയാത്തി അൻ തഖൂല ലാ മിസാസ്, നിനക്ക് ഈ ലോകത്ത് കിട്ടാൻ പോകുന്നത് ലാ മിസാസ്, എന്നെ തൊടരുത് എന്ന് പറയുന്നതാണ്. അതായത് തൊട്ടുകൂടാ എന്ന് പറയുന്നത്, മറ്റാർക്കും തൊടാൻ കഴിയാത്ത, മറ്റാരും അദ്ദേഹത്തിന് ഇത് വരാൻ പറ്റാത്ത കുഷ്ഠരോഗമാണ് അദ്ദേഹത്തിന് പിടിപെട്ടത് എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൈയും കാലും ഒക്കെ ഓരോ ഭാഗങ്ങൾ, ഓരോ വിരലുകൾ, ഓരോ സന്ധികളിൽ നിന്നും മുറിഞ്ഞു പോകുന്ന ഒരു തരത്തിലുള്ള അസുഖമാണ് അദ്ദേഹത്തിന് വന്നത് എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം നിന്നെ സ്പർശിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും സ്പർശിക്കാൻ വരികയേ ചെയ്യുകയില്ല, അടുത്തുകൂടി വരാനും കൂടി പറ്റാത്ത രൂപത്തിൽ അത്രയും വെറുക്കപ്പെട്ട ഒരു രോഗമാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നിനക്ക് വൈനലക്ക മൗഇദൻ തുഖ്ലഫഹു, നിനക്ക് ഇനി വരാൻ പോകുന്നത് ഒരവധി അള്ളാഹു വെച്ചിട്ടുണ്ട്. ആ അവധി വരെ മാത്രമേ നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. വൻദുർ ഇലാ ഇലാഹിക, ഇനി മൂന്നാമതുള്ളത്. അപ്പോൾ നിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ നിനക്ക് കുഷ്ഠരോഗം വരും. അതേപോലെ തന്നെ ഈ ലോകത്ത് വളരെ കുറച്ച് കാലം കൂടിയേ നിനക്ക് ഇവിടെ കഴിയാനുള്ളൂ, അതോടുകൂടി നിൻ്റെ കാര്യം തീരും. നിൻ്റെ ഇലാഹ്, ആ ഇലാഹ് ആക്കിയിട്ട് നീ എല്ലാ കാലവും ആരാധിച്ചതിൻ്റെ വേഗത്തിൽ കൂടാന്ന് വിചാരിച്ച ഇലാഹ് ഉണ്ടല്ലോ, ആ ഇലാഹുത ഞാൻ അതിൻ്റെ അവസാനം കുറിക്കുകയാണ്. അതിനെ മൂസ അലൈഹി ഇസ്ലാം തീയിലിട്ട് കത്തിച്ച് പൊടിച്ച് അതിനെ സമുദ്രത്തിൽ ഒന്നായിട്ട് വിതറുകയാണ് ചെയ്തത്. ഇനി ഇവിടെ ഉണ്ടാവില്ല എന്ന രൂപത്തിൽ, അതിൻ്റെ ഒരു അവശിഷ്ടം പോലും അവിടെ ലഭിക്കാത്ത രൂപത്തിൽ. ഇലാഹിക്കല്ലതി ലൽത അലൈഹി ആക്കിഫ ല നുഹരിഖനഹു തുമ്മ ലനൻസിഫനഹു ഫിൽ യമ്മി നസ്ഫ, സമുദ്രത്തിൽ നാം അതിനെ വിതറുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് കൂടി പറയാണ്, ഇന്നമാ ഇലാഹുക്കും, തീർച്ചയായും നിങ്ങളുടെ ഇലാഹ് ഇതുപോലുള്ള തീയിലിട്ട് തൽക്കാലം ചുട്ട് എടുക്കുന്ന എന്തെങ്കിലും ഒരു മുക്രയിടുന്ന ഒരാളല്ല അള്ളാഹുവായിട്ട് വരേണ്ടത്. അള്ളാഹു എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ വേറെ ആരാധനക്കർഹനായി ആരുമില്ല. ആ നിലക്കുള്ള റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് രക്ഷിതാവ്. ലാ ഇലാഹ ഇല്ലാഹുവ വസിയ കുല്ല ശൈഇൻ ഇൽമാ, അവൻ്റെ അറിവാകട്ടെ എല്ലാറ്റിലുമുണ്ട്. ഈ പറഞ്ഞ മുക്രയിടുന്നതാവട്ടെ അല്ലാത്തതാവട്ടെ ഉണ്ടാക്കുന്ന ശില്പങ്ങളും അതുപോലുള്ള ഒന്നും ചെയ്യാൻ പറ്റാത്ത, ഒന്നിനെ പറ്റിയും അറിയാത്ത, സ്വന്തം തലക്ക് മുകളിൽ എന്തെങ്കിലും കാഷ്ടിച്ചാൽ പോലും അതിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കാൻ കഴിവില്ലാത്തവയാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. ഏകനായ ഇലാഹിനെ മാത്രം ആരാധിക്കണമെന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാം ഈ വാചകം ഇവിടെ അവസാനിപ്പിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. വാ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.